Hi guys! നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രീമും ടോണറും നിങ്ങൾ ദിവസവും 2 നേരം വീതം ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗായ്സ് നിങ്ങളുടെ സ്കിന്നിന് നാൾക്ക് നാൾ നല്ല രീതിയിൽ ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടും കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് പിമ്പിൾസ്. അപ്പോൾ ഈ ഒരു പിമ്പിൾസ് കുറയ്ക്കാനായിട്ടും നമ്മുടെ ഈ ഒരു ടോണറിനാവട്ടെ അല്ലെങ്കിൽ ജെല്ലിനായിക്കോട്ടെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു ക്രീമും ടോണർ കേട്ടോ. അവർ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വ്രിങ്കിൾസ് കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ ഒരു ക്രീമും ടോണറും ഉപയോഗിച്ച് വരാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ആവാരംപൂ ഉപയോഗിച്ചിട്ടാണ്. മെയിൻ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആവാരംപൂവാണ്. ആവാരംപൂ നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, ചെറിയ വിലയുള്ളൂ കേട്ടോ. 100 ഗ്രാമിന് എനിക്ക് തോന്നുന്നു 20 രൂപ 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല, ചീപ്പായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ ചീപ്പാണെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ല. അത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്ത് നമുക്ക് നല്ലൊരു ബ്രൈറ്റൻ ലുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു പൂവിന് കഴിവുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്പരത്തിപ്പൂ മുന്നേ നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തി എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നത് അതിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും നമ്മുടെ ഈ ഒരു ആവാരംപൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ആവാരംപൂ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആവാരംപൂ ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ചർമ്മക്കാർക്കും ഓയിലി ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, കോമ്പിനേഷൻ, ആക്നി പ്രോൺ സ്കിൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും സെറ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ഈ ഒരു ആവാരംപൂ കേട്ടോ. ഒരിക്കലും ഇതിൽ നമുക്ക് അലർജി ഉണ്ടാക്കില്ല, എല്ലാവർക്കും സൂട്ടായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പിടിയാണ് ഈ ഒരു ആവാരംപൂ എടുക്കുന്നത്. നമുക്കിത് പൂവായിട്ട് മാത്രം കിട്ടത്തില്ല, ഇതിനകത്ത് കിട്ടുന്നതും ഉണ്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ മേടിച്ചതിനകത്ത് മിക്ക ആൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് അതിൻ്റെ പൂവായിക്കോട്ടെ, ഇല ആയിക്കോട്ടെ, തണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്തും പൂ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പൂ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലയും തണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു രീതിക്കാണ് പച്ചമരുന്ന് കടയിൽ പോയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് കൊണ്ടുവരാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറ്റിച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വറ്റിച്ചിട്ട് നമുക്കൊരു ഇച്ചിരി മതിയാവും കേട്ടോ. ഞാൻ വറ്റിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത്ര മാത്രം മതി. നമ്മളിതിനകത്ത് ടോണറും ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതും ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നീട് നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടുള്ള നന്നായിട്ട് വറ്റിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1/4 ഗ്ലാസ്സിനും താഴെയായിട്ടാണ് നമ്മൾ വറ്റിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടല്ലോ അതിൻ്റെ കളറ് കണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് നിങ്ങളൊരു ആവാരംപൂവിൻ്റെ ജെല്ല് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആമസോണിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവാരംപൂവിൻ്റെ ജെല്ല് ഒരു യെല്ലോ കളറിലായിട്ടുള്ള ഇതായിട്ടായിരിക്കും കിട്ടുക കേട്ടോ. മീൻസ് നമ്മൾ അതിനകത്ത് ഫുഡ് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ അവിടെ ആഡ് ചെയ്തിട്ട്, അതായത് കോസ്മെറ്റിക് കളർ ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷേ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പൂ നന്നായിട്ട് കുറച്ചിടേണ്ടി വരും. കുറഞ്ഞ അളവിലിട്ടിട്ട് വെറുതെ ജസ്റ്റ് പേരിന് മാത്രം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്രൗൺ യെല്ലോ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്യുക. നമ്മൾ ഇട്ടിരിക്കുന്ന പൂവൊക്കെ നന്നായിട്ട് മാഷ് ചെയ്യുക. പൂ ഓൾറെഡി നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഉടഞ്ഞു വരുന്നതാണ്. എന്നിട്ട് നമുക്കത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു ആവാരംപൂയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്രീമാണെങ്കിലും ടോണറാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇൻടേക്ക് നമുക്ക് കുടിക്കാനായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ നോർമലി ഒരു ടീ എങ്ങനെയാണോ കുടിക്കുന്നത്, ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ടീ കുടിക്കുന്നുണ്ട്, അതേപോലെ നമുക്ക് ചെമ്പരത്തിയിട്ട് നമ്മൾ ഹിബിസ്കസ് ടീ കുടിക്കുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പൂ ഇട്ടിട്ട് നമുക്ക് ടീ കുടിക്കാം. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഞാനിതാ എക്സ്ട്രാക്ട് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആവാരംപൂവിൻ്റെ എക്സ്ട്രാക്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു ആവാരംപൂയുടെ ജെല്ല് ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ആലോവേര ജെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ആലോവേരയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ ഒരു ആവാരംപൂയുടെ എക്സ്ട്രാക്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത്തവണ കൊടുക്കുന്നത്. അപ്പോൾ മണത്തിലും നിറത്തിലും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ നോർമലി ആലോവേര ജെല്ല് കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ട് ഒരു യെല്ലോയിഷ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ തരാൻ പോകുന്ന ആലോവേര ജെല്ലിനകത്ത് ഇത് ഈ കാണുന്ന കളറായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം നമ്മളിതിനകത്ത് ആവാരംപൂ ആഡ് ചെയ്തിട്ടുണ്ട്. ആലോവേര ജെല്ല് ഞാൻ സാധാരണ കൊടുക്കുന്നത് നല്ല രീതിക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും പിമ്പിൾസ് പോകാനൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനോട്
എക്സ്ട്രാ നമ്മൾ ഈ ഒരു ആവാരം കൂടി ചേർത്തിട്ട് തരുന്നത്. അപ്പം നന്നായിട്ട് സ്കിന്നിന് പിന്നെ നമ്മൾ കുങ്കുമപ്പൂ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും. ഇത്തവണ നമ്മൾ ആവാരം പൂ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കണ്ടുള്ള ഇതാണ് ഇതിൻ്റെ ഒരു കളറ്. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും ഇനി നിങ്ങൾ മേടിക്കാൻ പോകുന്ന ആലുവേറ ജെല്ലിൻ്റെ കളർ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആടിഞ്ഞി അയ്യോ ഇത് എന്താ കളർ നേരത്തെ ഇങ്ങനെയായിരുന്നത് ഇപ്പം ഇന്ന് ഇങ്ങനെയാണെന്നുള്ളത് തോന്നൽ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഇവിടെ പങ്കുവെച്ചത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഈ ഒരു മാറ്റി വെച്ചിരിക്കുന്ന ആവാരം പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ജെല്ല് ഉണ്ടാക്കാം, പിന്നീട് ടോണർ ഉണ്ടാക്കാം. ഈ ഒരു ജെല്ല് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടുക്ക ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ കടുക്ക ജെല്ലാണ്. അത് ഞാനിവിടെ 1-2 ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആവാരം കൂടെ എക്സ്ട്രാക്ട് കൂടി ഇതിനകത്തേക്ക് അല്പാൽപ്പായിട്ട് അങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യേണ്ട, അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ആലുവേറ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലുവേറ ജെല്ല് ആഡ് ചെയ്യാം. കാരണം ഇപ്പോൾ എൻ്റെ ആലുവേറ ജെല്ല് കഴിഞ്ഞു, ഞാനിപ്പോൾ ആവാരം കൂടെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ ആവാരം കൂടെ ആലുവേറ ജെല്ലും അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഈ ഒരു കടുക്ക ചേർത്തിട്ടുള്ള ആവാരമുട ജെല്ലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ കടുക്ക ജെല്ല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണത്തേക്ക് മാത്രമേ ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആലുവേറ ജെല്ല് ഉണ്ടെങ്കിൽ ആലുവേറ ജെല്ല് ഉപയോഗിച്ചോളൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് രാവിലെയും ഉപയോഗിക്കാം രാത്രിയും ഉപയോഗിക്കാം. ക്ലിയർ? 2 നേരം വീതം നമ്മളിത് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ നമുക്ക് ടോണർ ഉണ്ട്, ടോണർ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ജെല്ലും ആ ഒരു എക്സ്ട്രാക്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, വേറൊരു കാര്യം തന്നെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഡ്രൈ ആക്കത്തില്ല എങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം അതിനകത്ത് ഗ്ലിസറിനോ അല്ലെങ്കിൽ ഓയിൽസോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഇതുപോലെ അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു സ്കിന്നിൽ നമുക്ക് ഇങ്ങനെ വലിയുന്ന പോലെ അങ്ങനെ ഒരു ഫീലും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടാണിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വലിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് അങ്ങനത്തെവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ മാത്രം നിങ്ങളിവിടെ ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇതേപടി നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ അതായത് നമ്മുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ട് ടോണർ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇത്രയും കിട്ടിയിട്ടുള്ള ഈ ഒരു ടോണറിനകത്തേക്ക് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോണർ, റോസ് വാട്ടർ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഞാനിപ്പോൾ ട്രീറ്റഡ് ടോണർ ആണെന്നുള്ളത് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റഡ് ടോണർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മതി, ഒരുപാട് അങ്ങ് ചേർക്കണ്ട. നമുക്കൊരു 1 വീക്കിനുള്ളത് മതി. നമ്മൾ ഫേസിൽ സ്പ്രേ ചെയ്യുക പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 1 വീക്കിനുള്ളത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അതിനകത്തേക്ക് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ. സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജെല്ലും അതുപോലെ തന്നെ ആ ഒരു ടോണറും. ഇത് നമ്മൾ രാവിലെ നീറ്റപ്പാടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിച്ച് വരിക. എന്നതിന് ശേഷം ആദ്യം ഈ ഒരു ടോണർ വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ പഞ്ഞി മുക്കിയിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ആദ്യം നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്യുക. ടോണർ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേ മെത്തേഡ് തന്നെ രാത്രി ഫോളോ ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുക, കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യുക, പിന്നീട് ടോണർ അപ്ലൈ ചെയ്യുന്നു, ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പോയി കിടന്നുറങ്ങാണ്. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ കഴുകി കളയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ഒരു 1 വീക്ക് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലത്തെ മാറ്റം കണ്ട് നിങ്ങൾ അതിശയിച്ച് പോകും കേട്ടോ. നല്ല രീതിക്ക് സ്കിന്നിൽ ലൈറ്റിങ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന പാടും കാര്യങ്ങളെല്ലാം ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ സ്കിന്ന് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം